to Business Studies class. We are going to discuss the first chapter, Nature and Significance of Management. Management is the art of getting things done through others. Management is the art of getting things done through others. മറ്റുള്ള ആൾക്കാർ വഴി നമ്മൾ ജോലികൾ ചെയ്തെടുപ്പിക്കുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് in an organization. See, organization means two or more people working together in order to achieve a common objective. ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒന്നിലധികം ആൾക്കാർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ whenever group activity is there should be the activities of the group should be deliberately integrated to achieve the common objectives of the organization. അപ്പോൾ every organization exists for accomplishment of certain concrete goals or objectives എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾസ് ഇത് നേടാൻ വേണ്ടിയാണ് ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം, an organization is divided into different parts. All these parts should be worked together. Then only the accomplishment of objective is possible. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാർട്ടുകളാണ്. നമുക്കൊരു ഓർഗനൈസേഷനായി ഹ്യൂമൻ ബോഡിയോട് ഉപമിക്കാം. ഹ്യൂമൻ ബോഡിക്കാണ് എന്തുണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ഓർഗാൻസ് ഉണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ഇങ്ങനെ പല ഓർഗാൻസ് ഉണ്ട്, അവയവങ്ങൾ. ഈച്ച് ഓർഗാൻ പെർഫോംസ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫങ്ഷൻസ്. ഓരോന്നും അവരുടേതായ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഡിഫറെൻറ്റ് ഓർഗാൻസിൻ്റെ ഫങ്ഷനെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സെൻട്രൽ ഓർഗാൻ ഉണ്ട്, ബ്രെയിൻ എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എന്താ പറയുക ഡിഫറെൻറ്റ് ഓർഗാൻസിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഒന്നിച്ചു കൊണ്ടുപോകുന്നത്, ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്, എങ്കിലേ ഹ്യൂമൻ ബോഡി പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ സെൻട്രൽ ഓർഗാൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബ്രെയിനാണ് എന്തെന്ന് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ സെൻട്രൽ ഓർഗാൻ which integrates the various activities of an organization to achieve its desired objective. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ്റെ പല പാർട്സുകളുടെ ഫങ്ഷൻസിനെ, പല ഡിവിഷൻസിൻ്റെ ഫങ്ഷൻസിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ബ്രെയിൻ അല്ലെങ്കിൽ സെൻട്രൽ ഓർഗാനാണ് മാനേജ്മെൻറ്റ്. സോ മാനേജ്മെൻറ്റ് മീൻസ് getting things done through other people. That means getting things done means get the activities carried through others. മറ്റുള്ളവരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുക, അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം in other words we can say that management is the process of getting things done with the aim of achieving goals effectively and efficiently. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ, ലക്ഷ്യം എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും നേടിയെടുക്കുന്നതിന് വേണ്ടി ആൾക്കാരിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്ലാനിങ് എന്ന് പറഞ്ഞു. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ്, ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സസ് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഓരോ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ജോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വേണം. അവരെ കണ്ടുപിടിച്ച് അവരത് നിയമിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയുള്ളത് ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യാനുസരണം എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് തെറ്റാണ്, മാറ്റി ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാലോ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളിൽ നിന്ന് ഡീവിയേഷൻസ് വരുമ്പോൾ ആ ഡീവിയേഷൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്.
and controlling the various activities of an organization. See, about organization, I already told you, organization means group of people working together to achieve a concrete result or desired objective. ഒരു മുൻകൂട്ടി തീരുമാനിച്ച ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർഗനൈസേഷനിൽ പല ഡിവിഷൻസ് കാണും, പല ഡിപ്പാർട്ട്മെൻറ്റ് കാണും. എല്ലാ ഡിവിഷൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ, ഒരേ സമയം ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഒരു ഡെലിബറേറ്റ്, അപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, ആൾക്കാർ സൈക്കോളജിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. ഹ്യൂമൻ സൈക്കോളജി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി വരുമ്പോൾ ഡിഫറെൻറ്റ് സൈക്കോളജി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവരുത്. ഇവർ ഒരേ രീതിയിൽ പ്രവർത്തിച്ച് പോകണമെങ്കിൽ ദർ ഷുഡ് ബി എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, ഏകോപിപ്പിച്ച് കൊണ്ടുവേണ്ടി വരും. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിച്ച് കൊണ്ടുവേണ്ടി വരും. അതിന് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. മനഃപൂർവ്വം നമ്മൾ ചെയ്താലേ പറ്റൂ. അതിനുള്ള ഒരു സെൻട്രൽ ഓർഗനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ബിസിനസ് എവരി ഓർഗനൈസേഷൻ ഹാസ് ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് നേടണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഓർഗനൈസേഷൻ ഏതുമാവട്ടെ, വെദർ ഇറ്റ് ഈസ് ബിസിനസ് ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് ഈസ് നെസസറി. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ചും, ഇപ്പോൾ സൈസ് ഒരു മാറ്ററേ അല്ല. സ്മോൾ സ്കെയിൽ ആയിരുന്നാലും ലാർജ് സ്കെയിൽ ആയിരുന്നാലും മീഡിയം സ്കെയിൽ ആയിരുന്നാലും ഓർഗനൈസേഷൻ്റെ സൈസ് സ്മോൾ സ്കെയിൽ ആവാം, മീഡിയം സ്കെയിൽ ആവാം, ലാർജ് സ്കെയിൽ ആവാം. വാട്ടർ മേ ബി ദ സൈസ്, മാനേജ്മെൻറ്റ് should be there. Otherwise, the organizational objective cannot be achieved successfully. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിനി ഡെഫിനിഷനിലോട്ട് പോകാം. ഒരുപാട് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ഒരുപാട് രീതിയിൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലൂയിസ് അലൻ സിംപ്ലി പറഞ്ഞിരിക്കുന്നത്, മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എവർ മാനേജർ ഡസ്. ഒരു സ്ഥാപനത്തിലെ മാനേജർ ചെയ്യുന്നതെല്ലാം എന്താണ്? മാനേജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേഗ് ഡെഫിനിഷൻ ആയിപ്പോൾ ക്ലിയർ അല്ല. മേരി പാർക്കർ ഫോലറ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിൽ കൂടി ജോലികൾ നടത്തിയെടുക്കുന്ന ആർട്ടാണ്, കലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ജെയിംസ് ലുണ്ടി എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് പ്രിൻസിപ്പലി ദ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ എഫേർട്സ് ഓഫ് അതേഴ്സ് ടുവേർഡ്സ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത്, പ്ലാൻ ചെയ്യുന്നതിന് മുൻകൂട്ടി തീരുമാനിക്കുക. കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക, ഒന്നിച്ച് കൊണ്ടുപോകുക. മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, ആക്ച്വേറ്റ് ചെയ്യുക. മോട്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മൾ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ദാറ്റ് ഇസ് എ സിമ്പിൾ ഡെഫിനിഷൻ. മോഡേൺ കോൺസെപ്റ്റുകാർ മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഡെഫിനിഷൻ, ക്ലിയർ കട്ടായിട്ടൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. They defines, we can say like that, modern experts. Management is a process of getting things done through others with the aim of achieving desired common goals effectively and efficiently. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ്. പക്ഷേ അവിടെ ഡിസൈഡ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പൊതുവായ ലക്ഷ്യം എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നേടണം. അപ്പോൾ ഈ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും രണ്ട് ടേമുണ്ട്, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ആ ടേം നമുക്ക് മനസ്സിലാക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഒരു കോയിൻ്റെ രണ്ട് വശം തന്നെയാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് മീൻസ് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, കംപ്ലീറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിംഗ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എൻഡ് റിസൾട്ട്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, ശരിയായ കാര്യം കറക്റ്റായിട്ട് ചെയ്യുക. ആ ടാസ്ക് കറക്റ്റ് സമയത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യം നേടുകയും വേണം. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി, കംപ്ലീറ്റ്ലി, വിത്ത് മിനിമം കോസ്റ്റ്. ഒരു ടാസ്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിനിമം കോസ്റ്റിൽ
ചെയ്യുമ്പോഴാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ഡിഫറെൻറ്റ് ബട്ട് ദേ ആർ റിലേറ്റഡ്. ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു കോയിൻ ഉണ്ട്, ഹെഡ് സെപ്പറേറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് സെപ്പറേറ്റ് ആണ്, ടെയിൽ സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ, പക്ഷേ അത് അത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു നാണയമാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി രണ്ട് ടേമാണ്, പക്ഷേ ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ എഫക്റ്റീവ്നെസ് മീൻസ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ് ഇൻ അലോട്ടഡ് ടൈം, whereas effectiveness means accomplishment of goals in allotted time, whereas efficiency means accomplishment of goals at minimum possible cost through optimal utilization of resources. A manager is said to be effective if he is able to accomplish the given task on time. അപ്പോൾ ഒരു മാനേജർ എന്താ പറയുക, എഫക്റ്റീവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ടാസ്ക് കൊടുത്ത് അയാൾ കറക്റ്റ് ടൈമിൽ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം മാനേജർ എഫക്റ്റീവ് ആണെന്ന് പറയാം. അതേസമയം വേറസ് ഹീ സെഡ് ടു ബി എഫിഷ്യൻറ്റ്, മാനേജർ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാം എപ്പോൾ? ഇഫ് ഹി അക്കംപ്ലിഷ് ദ ടാസ്ക് വിത്ത് ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ആൻഡ് ലെസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം. ഒന്ന്, അച്ചീവിങ് ടാർഗറ്റ് ഓൺ ടൈം ഈസ് വാട്ട് വി കോൾഡ് എഫക്റ്റീവ്നെസ്. ടാർഗറ്റ് ആർ അച്ചീവ്ഡ് വിത്ത് മിനിമം റിസോഴ്സസ് ആൻഡ് കോസ്റ്റ് ഈസ് വാട്ട് വി കോൾഡ് എഫിഷ്യൻസി. Effectiveness focuses on completion of work, whereas efficiency focuses on optimal utilization of resources. And effectiveness is concerned with the end result, whereas efficiency is concerned with the cutting down or reducing the cost. That is the main difference between effectiveness and efficiency. We will discuss about the characteristics or features of management. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? 1. Management is a goal oriented process. മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എവറി ഓർഗനൈസേഷൻ ഈസ് എക്സിസ്റ്റിംഗ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടൺ ഒബ്ജക്റ്റീവ്. ഇഫ് ഇറ്റ് ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ, the main objective will be minimization of cost and maximization of profit. മീനും കോസ്റ്റ് കുറയ്ക്കുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്തുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി വേരിയസ് ആക്ടിവിറ്റീസിനെ യൂണിഫൈ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ഓർഗനൈസേഷന് ഡിഫറൻറ്റ് ആൾക്കാർ കാണും, ഡിഫറൻറ്റ് ഡിവിഷൻസ് കാണും, ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ഇതിനെല്ലാം കൂടെ ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓർഗനൈസേഷന് ലക്ഷ്യം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മാനേജ്മെൻറ്റ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അല്ലാതെ വേറൊരു രീതിയിൽ അവർ ഡീവിയേറ്റ് ചെയ്ത് പോകത്തില്ല. പോയാൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നേടാൻ പറ്റത്തില്ല. ആൻഡ് ഈ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സക്സസ് ഓഫ് എവറി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സക്സസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സക്സസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സക്സസ് എഫിഷ്യൻസിയെ ബേസ് ചെയ്തിരിക്കും. മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓർഗനൈസേഷൻ അവരുടെ ഗോൾസ് എന്ത് ചെയ്യാനും സാധിക്കും? ഈസി ആയിട്ട് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് യുണൈറ്റ്സ് ദ എഫേർട്സ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ ടുവേഴ്സ് അച്ചീവിങ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. So we can say that management is a goal-oriented process. Management is all pervasive. Pervasive means universal. എല്ലായിടത്തും കാണുന്ന എന്നുള്ള മീനിങ്ങാണ്. See, management is necessary in every organization. Whether it is a small organization, large organization, management is necessary. Whether it is a business organization or a political organization or a social organization, management is necessary. ഇപ്പോൾ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി, അപ്പോൾ wherever organizational activities are there, management should be there. Otherwise, the objectives of the organization cannot be achieved. അതുപോലെ തന്നെ the basic function of management is same in all organization. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. പിന്നെ നേച്ചർ അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരും. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനി മാനേജ് ചെയ്യുമ്പോൾ ആയിരിക്കില്ല ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്കൂൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വേരിയേഷൻസ് വരും. പക്ഷേ എന്നിരുന്നാലും മാനേജ്മെൻറ്റ് എല്ലായിടത്തും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ എല്ലായിടത്തും കാണാൻ പറ്റുന്ന എല്ലാ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ് അല്ലേ? യൂണിവേഴ്സലി എല്ലാ
അമേരിക്കയിലായാലും കൊള്ളാം, ഇന്ത്യയിലായാലും കൊള്ളാം, ജപ്പാനിലായാലും കൊള്ളാം, ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഉണ്ടോ അവിടെ മാനേജ്മെൻറ്റ് വരും. ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആയാലും കൊള്ളാം, സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആയാലും കൊള്ളാം, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയാലും കൊള്ളാം, ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും കൊള്ളാം. മാനേജ്മെൻറ്റ് ഈസ് the third characteristic is management is multi-dimensional. മാനേജ്മെൻറ്റ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് 3 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കാണും. നിങ്ങൾക്കറിയാം, ഓൾ ഓർഗനൈസേഷൻസ് ആർ എൻഗേജ്ഡ് ഇൻ ഡൂയിങ് സം വർക്ക്. A school is existing for education. A business, a factory is existing for production of goods. ഓക്കെ, അപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും ചില ആക്ടിവിറ്റീസ് വർക്കുണ്ട്. ഈ വർക്കിനെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുകയാണ് ഒന്നാമത്തെ ഡയമെൻഷൻ എന്നത്. രണ്ടാമത് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഓഫ് കോഴ്സ് ഓർഗനൈസേഷൻ എന്താണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് കാണും. അപ്പോൾ ഇൻഡിവിജ്വലിനെ മാനേജ് ചെയ്യണം, ഗ്രൂപ്പിനെ മാനേജ് ചെയ്യണം. ഓരോ വ്യക്തികളെയും നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആസ് ഇൻഡിവിജ്വൽ ആസ് വെൽ എസ് എ ഗ്രൂപ്പ്. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ടും മാനേജ് ചെയ്യണം, ഗ്രൂപ്പായിട്ടും മാനേജ് ചെയ്യണം. മൂന്നാമത് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് കാണും. നിങ്ങൾക്കറിയാം, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ട് നമുക്ക് ഇൻപുട്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് ഓരോ പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷനിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് കാണും. ആ ഓപ്പറേഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യണം. സോ മാനേജ്മെൻറ്റ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, എക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ പറയണം മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക. ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റ് ഹാസ് 3 ഡയമെൻഷൻസ്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. Generally it has 3 dimensions. It includes management of work, management of people, management of operation. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെയുള്ളത് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. കാരണം മാനേജ്മെൻറ്റിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അതിനകത്ത് വരുന്ന പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ, ഇങ്ങനെ വരുന്ന ഈ പ്രോസസ്സ് എല്ലാം കൂടെ ചേർത്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പം ചെറിയൊരു ഡീവിയേഷൻ, വീണ്ടും പ്ലാൻ ചെയ്യാൻ വേണം അല്ലേ. അപ്പോൾ വീണ്ടും ഇതിങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. നെവർ എൻഡിങ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഫംഗ്ഷനാണെന്ന് പറയാം. അപ്പോൾ എല്ലാ മാനേജേഴ്സും എല്ലാ ടൈമിലും ഈ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ 5 ഫങ്ഷൻസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റീവ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. പിന്നെ അതിനകത്ത് നേരത്തെ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ വേറൊരു മോഡിഫിക്കേഷനാണ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരാൾ മാത്രമായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ സഹകരണവും എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ഒക്കെ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാനേജ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അഗെയിൻ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനമിക് ഫങ്ഷൻ. അതായത് മാനേജ്മെൻറ്റ് ഫ്ലെക്സിബിൾ ഫംഗ്ഷനാണ്, ഡൈനമിക് ഫംഗ്ഷനാണ്, റിജിഡ് അല്ല. കാരണം മാനേജ്മെൻറ്റ് റിജിഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എൻവിറോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റും വരും, എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റും വരും. എൻവിറോൺമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്ന അനുസരിച്ച് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റ് സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് എന്നത് ഡൈനമിക് ഫങ്ഷനാണ്, എന്താ പറയുക, സ്റ്റേറ്റിക് ഫങ്ഷൻ അല്ല. കാരണം മാനേജ്മെൻറ്റ് അഡാപ്റ്റ്സ്. Management is dynamic because it adapts itself to the environmental changes and introduces new things or innovations എന്ന് നമുക്ക് പറയാം. Management is an intangible force. അതായത് മാനേജ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, തൊട്ട് നോക്കി അറിയാൻ പറ്റത്തില്ല. മാനേജ്മെൻറ്റ് ഈസ് ഇൻവിസിബിൾ. മാനേജ്മെൻറ്റ് ഇൻവിസിബിൾ ആണ്. Whenever we go to an organization, we cannot see the management, we cannot touch the management. Management is invisible, but we can feel the presence of management.
മാനേജ്മെൻ്റ് പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? കാരണം ഒരു വെൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ കാര്യങ്ങളെല്ലാം ഓർഡറിലായിരിക്കും നടക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് കറക്റ്റ് സമയത്ത് അച്ചീവ് ചെയ്യും, കോസ്റ്റ് കുറയ്ക്കപ്പെടും, ലാഭം കൂട്ടപ്പെടും. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ, ഓർഗനൈസേഷനിലെ റിസൾട്ട് നോക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അതായത് ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ് ഉണ്ട്. എല്ലാ ഓർഗനൈസേഷനും ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് നേടാനായിട്ട് എന്ത് വേണം? റിസോഴ്സസ് വേണം. ഈ റിസോഴ്സസ് നമ്മൾ ഇൻപുട്സ് എന്ന് പറയും, റിസോഴ്സസ് എന്ന് പറയും. ഇത് മുമ്പ് നമ്മൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ റിസോഴ്സ് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ്. എന്നാൽ മാനേജ്മെൻറ്റിൽ വരുമ്പോൾ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 M's ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മെൻ, ഏതൊക്കെയാണ് 5 M's? മെൻ, മണി, മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ്സ്. മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീൻ, മെത്തേഡ്സ്. ഈ 5 M'സിനെയാണ് റിസോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സസിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് മാനേജ് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ആക്ച്വലി കൺസേൺഡ് വിത്ത് ഡീലിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. അഗെയിൻ മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്. നമ്മളിപ്പോൾ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഹയർ ലെവൽ, ലോവർ ലെവൽ എന്ന് കാണും, മിഡിൽ ലെവൽ അങ്ങനെ കാണും. അപ്പോൾ വാട്ടർ മേ ബി ദ ലെവൽ, എല്ലാ ലെവലിലും നമുക്ക് എന്താവശ്യമാണ്? മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതും ഒരു മാനേജ്മെൻറ്റിൻ്റെ നേച്ചറാണ്. മാനേജ്മെൻറ്റ് നേച്ചർ ഏതൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് is goal oriented. Second is management is pervasive. Management is multidimensional. Management is a continuous process. Management is a group activity. Management is a dynamic function. Management is an intangible force. Management is a social process, and management is needed at all levels of an organization. We discussed what is management, what are its features. Now we are going to discuss about objectives of management. Management lecture. See, the objectives of management can be classified under 3 heads. One, organizational objective. 2, social objective. 3, individual or personal objective. Organizational objective, social objective, individual or personal objective. Organizational objective, first one. See, organizational objective aims at the prosperity and growth of the organization. It aims at maximum result with minimum resources. Organizational objectives കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പ്രോസ്പെരിറ്റിയും ഗ്രോത്തും ആണ്. പ്രോസ്പെരിറ്റിയും ഗ്രോത്ത് വരണമെങ്കിൽ ഓർഗനൈസേഷൻ എന്തുണ്ടാക്കണം? ലാഭം ഉണ്ടാക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് ഓർഗനൈസേഷൻ. ഇഫ് ഇറ്റ് ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ, if an organization is a business organization, its main aim is to maximize profit. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് കുറച്ചാലേ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിൽ ഓർഗനൈസേഷൻ്റെ പ്രോസ്പെരിറ്റിയും ഗ്രോത്തും എൻഷുർ ചെയ്യണം. ഓർഗനൈസേഷൻ്റെ പ്രോസ്പെരിറ്റിയും ഗ്രോത്ത് എൻഷുർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലാഭം ഉണ്ടാക്കണം. അപ്പോൾ ഒന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? സർവൈവൽ. നെക്സ്റ്റ് ഈ സർവൈവൽ ഇൻ ദ ബിസിനസ് ഫീൽഡ്. ഓർഗനൈസേഷൻ മാർക്കറ്റിൽ എന്ത് ചെയ്യണം? സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് വേണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, സർവൈവ് ചെയ്യുക, ഗ്രോത്ത്. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സർവൈവൽ ഓഫ് ദ ബിസിനസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ബിസിനസ്, ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ ഓർ ബിസിനസ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സർവൈവൽ ഓഫ് ദി ഓർഗനൈസേഷൻ, ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ദ മെയിൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് ഈസ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. നിങ്ങൾക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ഓണേഴ്സ്, the employees and the society, to the government and other parties, അല്ലേ? മാനേജ്മെൻറ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെടുത്ത് റെസ്പോൺസിബിളാണ്. അവർ ഓണേഴ്സിൻ്റെ അടുത്ത് റെസ്പോൺസിബിളാണ്. ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് എന്ത് കൊടുക്കണം? മാക്സിമം റിട്ടേൺ കൊടുക്കണം. അതാണ് നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് ഏൺ ചെയ്താൽ മാത്രമേ ഓണേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, സൊസൈറ്റിയിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ
സർവൈവ് ചെയ്യുന്നത്. സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോ എവരി ഓർഗനൈസേഷൻ ഹാസ് സർട്ടൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു ദ സൊസൈറ്റി. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അച്ചീവ് ചെയ്യുന്ന ആര് വഴിയാണ്? മാനേജ്മെൻറ്റ് വഴിയാണ് അല്ലേ. അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ടു ദ വേരിയസ് ഗ്രൂപ്പ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫുൾഫിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സൊസൈറ്റി ഓൾസോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെയർ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഓഫർ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസസ് ടു കൺസ്യൂമേഴ്സ്, ഓണസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെൻറ്, കൺസർവേഷൻ ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, fair dealing with the suppliers, dealers and competitors, preservation of ethical values of society, providing employment opportunity. These are the social objectives of management. അപ്പോൾ സമൂഹത്തിന് ആവശ്യമായ ഗുഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെയർ പ്രൈസസിൽ കൊടുക്കണം, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സ് കറക്റ്റായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതിയിലുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. സപ്ലയേഴ്സിൻ്റെ അടുത്തും ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യണം. ഇതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനിയുള്ളത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. ഇവിടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് വ്യൂ പോയിന്റ് ആണ്. അതായത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആർ കൺസേൺഡ് വിത്ത് ദ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പേഴ്സണൽ ഒബ്ജക്റ്റീവ് വരുന്നത്. ആസ് ദ എംപ്ലോയീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഓഫ് എവറി കമ്പനി, ഓർ വി ക്യാൻ സേ ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് വാട്ട്? ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ഇത് ആസ് എംപ്ലോയീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഓഫ് എവറി ബിസിനസ്. And satisfied and motivated. They should be satisfied and motivated. Otherwise, satisfied and motivated employees can contribute maximum to the organization. അല്ലേ, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരും ചാപ്റ്ററിൽ മോട്ടിവേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോട്ടിവേഷൻ. അതുപോലെ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ഒക്കെ പറഞ്ഞു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററായിട്ട് പഠിക്കും. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക, പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ മാക്സിമം ഓർഗനൈസേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് വരുന്നത് എന്തൊക്കെയാണ്? ഓഫർ ഫെയർ റെമ്യൂണറേഷൻ ടു ദ എംപ്ലോയീസ്. നല്ല റെമ്യൂണറേഷൻ, ഫെയർ ആയിട്ടുള്ള ഒരു ഗുഡായിട്ടുള്ള റെമ്യൂണറേഷൻസ് ഓഫർ ചെയ്യുക. റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ, എംപ്ലോയീസിന് ജോലി ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അവരുടെ ഡെവലപ്മെൻറ്റ്, എൻഷുർ ഡെവലപ്മെൻറ്റ്, ദർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്. അപ്പം പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്, എൻഷുർ ദർ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ ഗ്രോത്ത്. Again, workers' participation, promote workers' participation in management. മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുക? വർക്കേഴ്സിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡ് റീസണബിൾ സെക്യൂരിറ്റി ഓഫ് സർവീസ്, ജോബ് സെക്യൂരിറ്റി. അതായത് ഇപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറയാണ്, അവൻ ഇപ്പം ജോലി പോകും, എൻ്റെ ജോബ് സ്ഥിരമല്ല, സെക്യൂർഡ് അല്ല എന്നുള്ള രീതിയിൽ അവൻ വർക്ക് ചെയ്യാൻ, അവന് എഫിഷ്യൻസിയിൽ അവൻ്റെ സൈക്കോളജി വറീഡാവും, അവന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മിനിമം റീസണബിൾ ജോബ് സെക്യൂരിറ്റി എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്താണ്, പർപ്പസ് എന്താണ്? അപ്പോൾ അതിനകത്ത് 3 രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നും, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്നും, ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്നും. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് മെയിനായിട്ട് വരേണ്ടത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഓർഗനൈസേഷൻ്റെ സർവൈവൽ ഉറപ്പുവരുത്തുക, ഓർഗനൈസേഷനെ വളർത്തുക, ഗ്രോത്ത്. അത് 3ആണ് മെയിനായിട്ട് വരുന്നത്. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ അടുത്ത് മാനേജ്മെൻറ്റിന് കുറേയധികം ഓബ്ലിഗേഷൻ ഉണ്ട്. നല്ല സാധനങ്ങളും സേവനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് സൊസൈറ്റിക്ക് കൊടുക്കുക, ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള ടാക്സൊക്കെ സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് പേ ചെയ്യുക, പ്രകൃതി വിഭവങ്ങളൊക്കെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഫോറസ്റ്റും അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ റിസോഴ്സ് അതിനൊന്നും കേടുപാടുകൾ വരുത്താതിരിക്കുക, അതുപോലെ തന്നെ സമൂഹത്തിൽ ആൾക്കാർക്ക് വേണ്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. മറ്റത് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് ഈ എംപ്ലോയീസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയ റിസോഴ്സസ് ആണ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള
മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ വർക്കേഴ്സിന് നല്ല റെമ്യൂണറേഷൻ കൊടുക്കുക, അവർക്ക് നല്ല ജോലി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക, റീസണബിൾ ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു discuss about the importance of management, or we can say that advantages of management. See, management is important due to many reasons. First one is management helps in achieving group goals. അല്ലേ, മാനേജ്മെൻറ്റിൻ്റെ എയിം എന്താണ്? ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഇൻ ഓർഡർ ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾസ് വി നീഡ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നു. അപ്പോൾ എങ്ങനെ? ബൈ അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് വിത്ത് മിനിമം റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം മിനിമം റിസോഴ്സ് വെച്ച് അച്ചീവ് ചെയ്യുക വഴി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്? എഫിഷ്യൻസി കൂട്ടുന്നു. ഇറ്റ് ക്രിയേറ്റ് എ ഡൈനമിക് ഓർഗനൈസേഷൻ അല്ലേ. സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഗുഡ് ഓർഗനൈസേഷൻ ആര് ക്രിയേറ്റ് ചെയ്യും? മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഈ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളാണ് മാനേജർ എന്ന് പറയുന്നത് അല്ലേ. മാനേജർ എന്താണ്? മറ്റേ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടാനായിട്ട് സഹായിക്കും. ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടുന്നതിനോടൊപ്പം അവരുടേതായ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് അല്ലേ. എല്ലാ ആൾക്കാർക്കും അവരുടേതായ ലക്ഷ്യം കാണും. പുറത്ത് ജോലിക്ക് വരുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയാണ്. പൈസ ഉണ്ടെങ്കിൽ അവന് ഫുഡ് വാങ്ങിക്കാൻ പറ്റൂ, അവന് ഷെൽട്ടർ ടെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ക്ലോത്ത് അല്ലേ, നെസസറീസ് കാണും. പിന്നെ അവനെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ കാണും, അവൻ്റെ ഫാമിലി കാണും, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം അവിടെ അവന് പ്രത്യേകം അവൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അപ്പം ഓർഗനൈസേഷൻ്റെ ഗോൾ നേടുന്നതിനൊപ്പം ഇവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ സേ ദാറ്റ് എ ഗുഡ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് മിനിമം പ്രൈസിൽ നല്ല സാധനങ്ങൾ എൻഷുർ ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പല കാരണങ്ങൾ കൊണ്ടാണ്. വൺ, it helps in achieving the organizational goals or group goals. Second one, it improves or increases the efficiency of organization. It creates a organization dynamic, or it creates a dynamic organization. It is helpful in achieving the personal objectives of the individuals or human being in the organization. Also, it helps in the development of society. So, management is important. We have to discuss about the nature of management. മാനേജ്മെൻറ്റ് നേച്ചറാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന് സ്ട്രിക്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമില്ല. പക്ഷേ നമ്മുടെ ഈ നിങ്ങളുടെ പുസ്തകത്തിൽ അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയാം. നേച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്നുള്ള മീനിങ്ങിനാണ് എടുത്തിരിക്കുന്നത്, പ്രകൃതം എന്നുള്ള ഇതിലെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് നേച്ചർ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ആർട്ടാണ്. സോ എന്താണ് ആർട്ട്? ആർട്ട് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ സ്കിൽ. വ്യക്തിപരമായ ചില കഴിവുകൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ആർട്ട് എന്ന് പറയുന്നത്. The person who performs the art is called the artist. ആർട്ട് പെർഫോം ചെയ്യുന്ന ആളിനെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ സക്സസ് ഓഫ് ദി ആർട്ടിസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക് ഹി ക്രിയേറ്റ്. ഇപ്പോൾ രാജാ രവിവർമ്മ നല്ലൊരു ചിത്രകാരനാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം വരച്ച ചിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയാം രാജാ രവിവർമ്മ ഒരു ചിത്രകാരനാണ്, ആർട്ടിസ്റ്റാണ് അല്ലേ. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നോളജ് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ആവശ്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് പെർഫോം ചെയ്യുന്നവനെ ആർട്ടിസ്റ്റ് എന്ന് പറയും. ആർട്ടിസ്റ്റിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് അനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ മമ്മൂട്ടി ഈസ് ആൻ ആക്ടർ
അല്ലേ? മോഹൻലാൽ ഈസ് ആൻ ആക്ടർ, ദേ ആർ ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ ആക്ടർ എന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ മെഗാ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവർ അഭിനയിച്ച സിനിമകളിൽ അവർ ക്രിയേറ്റ് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആർട്ട്. മാനേജ്മെൻറ്റും എന്താണ്? ഒരു ആർട്ടാണ്. കാരണം ഐ ഹാവ് എ ബിസിനസ്. എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു മാനേജറുണ്ട്. ഞാൻ അയാൾക്ക് മണി, മെറ്റീരിയൽ, മെഷീൻസ്, മെൻ, മെത്തേഡ്സ് എല്ലാം കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻപുട്ട് കൊടുത്തു. ഈ ഇൻപുട്ടിനെ അവൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താണ് അവൻ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ആർട്ടിസ്റ്റിക് സ്കില്ലില്ലാത്ത ഒരാൾക്ക് അത് സാധ്യമാവുമോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നതിന് ചില സ്കില്ലും നോളജൊക്കെ വേണം. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെൻറ്റ് ആർട്ടാണെന്ന് പറയാം. ഇനി അപ്പോൾ art means application of knowledge and personal skill to achieve a desired result. The person who performed the art is called the artist, and the success of the artist depends upon the works created by them. അപ്പോൾ മാനേജ്മെൻറ്റ് ആർട്ടാണെന്ന് പറയാനുള്ള കാരണം മാനേജ്മെൻറ്റിൽ എന്തുണ്ട്? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. മാനേജ്മെൻറ്റിൽ നോളജ് ഉണ്ട്. നമുക്ക് ഒരുപാട് ലിറ്ററേച്ചർ വാങ്ങിക്കാൻ കിട്ടും. ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ജേണലും ഒക്കെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്തുണ്ട് ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബുക്കുകളിലും പീരിയോഡികളിലും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ബേസിക് നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അതായത് ആർട്ട് പെർഫോം ചെയ്യുന്ന ഇതിൽ ചെറിയ വേരിയേഷൻസ് വരും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. 2-3 സിംഗേഴ്സ് ഉണ്ട്, പാട്ട് പാടണം. ഓരോരുത്തരും പാടുന്നതിൽ അവർ പാടുന്ന പാട്ടിൽ ചെറിയ എന്ത് വരും? വേരിയേഷൻസ് വരും. പക്ഷെ അത് ബേസിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരേ ആർട്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആർട്ടിസ്റ്റ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരാം. അത് ആർട്ടിൻ്റെ ഒരു എന്താ പറയുക നേച്ചറാണ്. പിന്നെ ഉള്ളത് ക്രിയേറ്റിവിറ്റി ഉള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നത് ആർട്ട്. അപ്പം മാനേജ്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ നോളജും അതുപോലെ തന്നെ പേഴ്സണൽ ആപ്ലിക്കേഷനും ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ മാനേജർ ഒരു എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അവൻ പ്ലാൻ ചെയ്ത് ഡെയിലി ലൈഫിൽ അവൻ കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് ഇനി എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നാൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് സാധിക്കത്തില്ല. അപ്പം മാനേജ്മെൻറ്റ് ആർട്ടാണ്, എസെൻഷ്യലി ആർട്ടാണ്. കാരണം എല്ലാവർക്കും മാനേജറാവാൻ സാധിക്കില്ല. സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ഉള്ള ഒരാളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനേജർ ആകാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു മാനേജർക്ക് കുറേ റിസോഴ്സ് കൊടുക്കുന്നു. ആ റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവൻ നല്ല ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം. കഴിവില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച്, അത് പേഴ്സണലൈസ്ഡ് സ്കില്ലില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. സോ വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. ദ സെക്കൻഡ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. So what is a science? Science is a systematic body of knowledge. Science is a systematic body of knowledge. It is based on logical observations and experiments. It has fundamental principles which are derived as a result of observation and experiments of scientists. Science is a systematic body of knowledge. ഈ സയൻസിനകത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാറ്ററിനെ നമുക്ക് എന്താ പറയുക മോളിക്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യാം. മോളിക്യൂൾസിനെ നമുക്ക് വീണ്ടും ആറ്റമായിട്ട് ഡിവൈഡ് ചെയ്ത് അവർ കണ്ടുപിടിച്ചതാണ്, അവരുടെ എക്സ്പെരിമെൻറ്റ്സ് വഴി കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ ചേരുമ്പോൾ വെള്ളം ഉണ്ടാക്കാം, വാട്ടർ ഉണ്ടാക്കാം എന്നൊക്കെ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് അവരുടെ ഒബ്സർവേഷൻസും എക്സ്പീരിമെൻസും വരുന്നതാണ്. അപ്പോൾ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. It has principles and that principle has universal validity also. ലോകം മുഴുവൻ അംഗീകരിച്ച പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് പോലെ മാനേജ്മെൻറ്റിലും എന്തുണ്ട്? മാനേജ്മെൻറ്റ് ഓൾസോ ഹാസ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഇറ്റ് ഹാസ് ഓൾസോ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ വിച്ച് ആർ ഡിറൈവ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്, നോട്ട് എക്സ്പെരിമെൻറ്റ്സ്, എക്സ്പീരിയൻസ് ഓഫ് മാനേജേഴ്സ്. ഇപ്പോൾ മാനേജേഴ്സിൻ്റെ പഴയകാല മാനേജേഴ്സിൻ്റെ അനുഭവത്തിന് വെളിച്ചത്തിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളിന് എന്തുണ്ട്? യൂണിവേഴ്സൽ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് മാനേജ്മെൻറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? സയൻസ് എന്നും പറയാം. ബട്ട് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി എ കോൺക്രീറ്റ് സയൻസ്. അതായത് ലൈക്ക് ഫിസിക്സ്
ഓർ കെമിസ്ട്രി. ഫിസിക്സ് പോലെയോ കെമിസ്ട്രി പോലെയോ അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് പോലെയോ ഒരു എന്താ പറയുക കോൺക്രീറ്റ് ആയിട്ടുള്ള സയൻസ് അല്ല എന്തെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന്. ബിക്കോസ് മാനേജ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഡിസിപ്ലിൻസ്. ഒരുപാട് ഡിസിപ്ലിൻസ് മാനേജ്മെൻറ്റിന് ഇത് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇറ്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സോഷ്യോളജി, അതുപോലെ തന്നെ അങ്ങനെ പല പല എക്കണോമിക്സ്. മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്കണോമിക്സ്. അപ്പോൾ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണെന്ന് പറയാം. മാനേജ്മെൻറ്റ് കോൺക്രീറ്റ് സയൻസ് അല്ല, മാനേജ്മെൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആണ്. മാത്രമല്ല മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ എ സോഷ്യൽ സയൻസ് ബിക്കോസ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് മെയിൻലി മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു മെറ്റീരിയലും മെഷീൻസും മെത്തേഡ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ, മെഷീൻസിനെ മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം മനുഷ്യനെ മാനേജ് ചെയ്യുന്നത് വളരെ പാടാണ്. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ സോഷ്യൽ science also. So management is not as exact as science. This is because management deals with the people and it is very difficult to predict accurately the behavior of human beings every time. Management principles are universal, but they cannot be expected to give exactly the same result ഇൻ എവറി സിറ്റുവേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റിന് പ്രിൻസിപ്പിളുണ്ട്, ആ പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, പക്ഷേ എപ്പോഴും ഒരേ റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഇപ്പം നമ്മളൊരു കെമിസ്ട്രിയിലെ എക്സ്പെരിമെൻറ്റ് ഇന്ത്യയിൽ നടത്താനും അമേരിക്ക നടത്തിയാലും ജപ്പാൻ നടത്തിയാലും ഒരേ റിസൾട്ട് കിട്ടും. അതേസമയം മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യണമെന്നില്ല, അത് വരണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സിനെയാണ് നമ്മൾ മാനേജ് ചെയ്യണം മെയിനായിട്ട്. മറ്റതൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ സൈക്കോളജി ഡിഫറൻ്റ് ആണ്. ഇന്ത്യയിലെ ആൾക്കാരെ മാനേജ് ചെയ്യും പോലെ അല്ല എന്താ പറയുക ജപ്പാനിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ആൾക്കാരെ മാനേജ്. ബട്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വിത്ത് മോഡിഫിക്കേഷൻ. ദാറ്റ് ഈസ് വൈ മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ് സോഷ്യൽ സയൻസ് ഓർ ഇൻഎക്സാക്ട് സയൻസ് എന്ന് പറയാം. പ്യുവർ സയൻസ് അല്ല, ഇൻഎക്സാക്ട് സയൻസ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ് സയൻസ് എന്ന് പറയാം. മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് സയൻസ്. ഇറ്റ് ഇസ് നോട്ട് എ കോൺക്രീറ്റ് സയൻസ് ഓർ പ്യുവർ സയൻസ്. സോഫ്റ്റ് സയൻസ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഎക്സാക്ട് സയൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സോ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. നൗ എ ക്വസ്റ്റ്യൻ arises, ഈസ് മാനേജ്മെൻറ്റ് ആൻ ആർട്ട് ഓർ സയൻസ്? മാനേജ്മെൻറ്റ് ആർട്ടാണോ സയൻസ് ആണോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. മാനേജ്മെൻറ്റ് എസെൻഷ്യലി ആൻ ആർട്ടാണെന്ന് പറഞ്ഞു. കാരണം ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റിയാണ്. അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നോളജ് വേണം, സ്കില്ല് വേണം, ക്രിയേറ്റിവിറ്റിയും വേണം. അപ്പോൾ മാനേജ്മെൻറ്റിനും ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്നതിനും മാനേജേഴ്സിന് എന്ത് വേണം, നോളജ് വേണം, സ്കില്ല് വേണം, ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം, ആർട്ടാണെന്ന് പറയാം അല്ലേ. അതുപോലെ മാനേജ്മെൻറ്റ് സയൻസ് ആണോ നമ്മളിപ്പോൾ നോക്കി. പ്യുവർ സയൻസ് അല്ല, എന്നാലും മാനേജ്മെൻറ്റ് എന്താണ് സയൻസ്. അപ്പോൾ ഈസ് മാനേജ്മെൻറ്റ് ആൻ ആർട്ട് ഓർ സയൻസ്? മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെൻറ്റ് എന്താണ്, ആർട്ടുമാണ്, എന്താണ്, സയൻസുമാണ്. ഇനിയുള്ളത് നമ്മൾ നോക്കേണ്ടത് മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ്. അപ്പോൾ എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ which involves specialized knowledge and skills. സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ആവശ്യമായിട്ടുള്ള ഒരു ഒക്യുപ്പേഷനാണ് അതെന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ദോസ് ഹു പ്രാക്ടീസസ് ദി പ്രൊഫഷൻ ഈസ് കോൾഡ് പ്രൊഫഷണൽസ്. മെഡിസിൻ ഒരു പ്രൊഫഷനാണ്, എൻജിനീയറിങ് പ്രൊഫഷനാണ്, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷനാണ്. ഈ പ്രൊഫഷൻ ചെയ്യുന്നവരെ പ്രൊഫഷണൽ എന്ന് പറയും. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്. And the main aim of profession is rendering services, and the reward for profession is called fees. Rendering services to the community ആണ് പ്രൊഫഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷൻ കിട്ടുന്ന റിവാർഡ് നമ്മൾ ഫീസ് എന്നാണ് പറയുന്നത്. പ്രൊഫഷൻ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഫഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ ഡിഗ്രി വേണം അല്ലെ, റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. എല്ലാവർക്കും പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം, റെസ്ട്രിക്റ്റഡ് എൻട്രി. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽസിനെ ഗവേൺ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ കാണും. ഫോർ എക്സാമ്പിൾ, ഫോർ റെഗുലേറ്റിംഗ് ഡോക്ടേഴ്സ് ഇൻ ഇന്ത്യ ദർ ഇസ് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ. ബാർ കൗൺസിൽ ഈസ് ദെയർ ഫോർ ലോയേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഈസ് ദെയർ ഫോർ
ദിസ് വൺ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പം അങ്ങനെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ്റെ പ്രസൻസ് കാണും. അത് ദർ വിൽ ബി ആൻ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിനൊരു കോഡ് ഓഫ് കോണ്ടക്ട് കാണും. അതുപോലെ തന്നെ സർവീസ് ഡോമിനൻസ് ഓഫ് സർവീസ് ഓർ സർവീസ് മോട്ടീവ് ഈസ് ദി മെയിൻ എയിം ഓഫ് പ്രൊഫഷൻ. ഇനി മാനേജ്മെൻറ്റ് പ്രൊഫഷനാണെന്ന് പറഞ്ഞു. കാരണം മാനേജ്മെൻറ്റ് പ്രൊഫഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിന് എന്തെന്ന് പറയാം, പ്രൊഫഷനാണെന്ന് പറയാം. ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ, ബട്ട് ഇറ്റ് സാറ്റിസ്ഫൈ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, പ്രൊഫഷണൽ നോളജ് ആൻഡ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മാനേജറെ ഇത് ചെയ്യാൻ വേണ്ടി AIMA ഉണ്ട്. അതുപോലെ തന്നെ അത് മതി, അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. അപ്പം സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, പ്രൊഫഷണൽ ട്രെയിനിങ്. ഇപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയിലോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോയിട്ട് മാനേജ്മെൻറ്റിൽ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, കുറച്ച്, അതായത് പ്രൊഫഷൻ്റെ ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് സാറ്റിസ്ഫൈ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ, സോ വി ക്യാൻ treat management as a profession. So there is an argument that management cannot be treated as a full-fledged profession. Why? Management is not considered as a full-fledged profession. Exactly പറയാണെങ്കിൽ management does not meet the exact criteria of a profession. Exact criteria എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Management does not restrict the entry to manage jobs to people with a specific അക്കാഡമിക് ഡിഗ്രി. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അക്കാഡമിക് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ്മെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടില്ല, ഇവിടെ ആരും നിർബന്ധമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നോ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഹാസ് the authority to grant certificate of practice or to regulate entry to management careers. ഇപ്പം മെഡിക്കൽ കൗൺസിലുണ്ട്, അവർ പ്രാക്ടീസിന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ ബാർ കൗൺസിൽ മെമ്പർ ആയാൽ മാത്രമേ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ സംവിധാനം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, ഈ മാനേജ്മെൻറ്റിൽ വന്നിട്ടില്ല. അവർ പറയുന്നുണ്ട് പ്രൊഫഷണൽ ബോഡിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അധികാരം ഇല്ല. അതുപോലെ തന്നെ ദ മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഹാവ് നോ ലീഗൽ റൈറ്റ് ടു എൻഫോഴ്സ് their code of conduct. അപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള ഇതും ആർക്ക് കൊടുത്തിട്ടില്ല, ഇവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്താ പറയുക, നമുക്ക് മാനേജ്മെൻറ്റിനെ എന്തായിട്ട് കണക്കാക്കാൻ കഴിയില്ല, ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ സോ മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ് സെൻസിലല്ല, പക്ഷേ പ്രൊഫഷൻ്റെ കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, കുറച്ച് ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ പ്രൊഫഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് വിത്ത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇൻ ആൻ ഓർഗനൈസേഷൻ ദ മാനേജ്മെൻറ്റ് ഈസ് divided into 3 types: top level, middle level and lower level. Actually, arrangement of managerial position or managerial personnel in an organization is known as level of management. Arrangement of managerial position or managerial personnel in an organization is known as the levels of management. But there is a chain of superiors and subordinate from the highest to lowest. This is known as chain of command or management hierarchy എന്ന് പറയും. മാനേജ്മെൻറ്റ് ഹയറാർക്കി നമ്മൾ മറ്റേ ഈജിപ്തിൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ അതുപോലെ പിരമിഡിൻ്റെ രീതിയിലാണ് വരുന്നത്. മേളിലൊരാൾ, അടുത്ത ലെവൽ, ഇങ്ങനെ ലെവൽ വരും. അപ്പോൾ നമ്മൾ എല്ലാ ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിന് 3 ലെവലായിട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ആർ ഡിവൈഡഡ് ഇൻടു 3 ലെവൽസ്: ടോപ്പ് ലെവൽ ഓർ ഹയർ ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ഓർ ഓപ്പറേഷണൽ ലെവൽ, ഇങ്ങനെയാണ് തിരിക്കുന്നത്. See, the top management is also known as higher level or administrative management. Top level management consists of highest officials of an organization. It consists of board of directors,
ചീഫ് എക്സിക്യൂട്ടീവ്, ചെയർമാൻ, പ്രസിഡന്റ്, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എക്സെട്ര. പല ഓർഗനൈസേഷൻ പല പേരിൽ അറിയപ്പെടുന്നുള്ളൂ. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിലെ ടോപ്പായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിംഗ് അപ്പ് ദ ഓവറോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക, ഫോർമുലേറ്റ് ബ്രോഡ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻ. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള പോളിസീസിൻ്റെ ഗൈഡ് ലൈൻ, വഴികാട്ടി എന്ന് പറയും, ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോം ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രാറ്റജി കീ പ്ലാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാക്കുക. ഓർഗനൈസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അപ്പോയിൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഒരു സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകാൻ വേണ്ടിയുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ കോർഡിനേഷൻ. നമ്മൾ എന്താ പറഞ്ഞു, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർലി സിങ്ക്രോണൈസേഷൻ, സമകാലികമായി പ്രവർത്തിച്ചു പോവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. കോർഡിനേഷൻ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻറ്റെയിൻ ലൈസൺ വിത്ത് ഗവൺമെൻറ്, ട്രേഡ് യൂണിയൻസ്, ഓർഗനൈസേഷൻ ആൻഡ് ഔട്ട്സൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രേഡ് യൂണിയനുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്, മറ്റുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുമായിട്ടൊക്കെ എന്താ പറയുക ലൈസൺ വർക്ക് നടത്തി പോവുക. ഇതൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് ഈസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവിഷണൽ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ്. ഡിവിഷണൽ ഹെഡ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചേർത്താണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പർച്ചേസ് മാനേജർ, പേഴ്സണൽ മാനേജർ ഓർ HR മാനേജർ, സെയിൽസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിൻ്റെ ലെവലാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള മെയിൻ ഫങ്ഷൻസ് ആർ: 1. ഇൻ്റർപ്രിറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പോളിസീസൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇനിയൊരു മാനേജ്മെൻറ്റ് ലോവർ ലെവലിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കണം. ശരിക്കും ഓപ്പറേഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ലോവർ ലെവലാണ്. എൻഷുവർ that their concerned department has necessary personnel and resources. അവരുടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അസൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു പേഴ്സണൽ. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ജോലിയൊക്കെ എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ മോട്ടിവേറ്റ് ദ സബോർഡിനേറ്റ് സ്റ്റാഫ്. അവരുടെ സബോർഡിനേറ്റ് സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ കോഓപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പർച്ചേസ് മാനേജർ ആണെങ്കിൽ സെയിൽസ് മാനേജറുമായിട്ട് കോർഡിനേഷൻ വേണം, ഫിനാൻസുമായിട്ട് കോർഡിനേഷൻ വേണം. അപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടൊക്കെ നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. ഇനിയുള്ളത് സൂപ്പർവൈസറി അല്ലെങ്കിൽ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കടയിലുള്ള ഫോർമാൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഇൻസ്പെക്ടേഴ്സ്, അക്കൗണ്ട് ഓഫീസർ, സെയിൽസ് ഓഫീസർ, ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫീസേഴ്സ്, എക്സെട്ര. ഇവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ഡേ ടു ഡേ വർക്ക്, ഡെയിലി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അസൈൻമെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് എന്ത് ജോലി ചെയ്യണമെന്ന് അസൈൻ ചെയ്യുക, ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുക. അറേഞ്ച് മെഷീൻസ്, ടൂൾസ്, മെറ്റീരിയൽസ്, എക്സെട്ര. റിസോഴ്സസിൻ്റെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഇവരുടെ ഫംഗ്ഷനാണ്. ഇവാലുവേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഓഫ് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക സൂപ്പർവൈസേഴ്സിൻ്റെ ഫംഗ്ഷനാണത്. അതുപോലെ തന്നെ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ഇഫ് നെസസറി. അത്യാവശ്യമാണെങ്കിൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. അതുപോലെ സപ്പോർട്ടിംഗ് ഡെയിലി റിപ്പോർട്ട് ടു ദ അല്ലെങ്കിൽ ടൈം ടു ടൈം റിപ്പോർട്ട് ടു ദ മിഡിൽ ലെവലിന് റിപ്പോർട്ട് കൊടുക്കണം. മിഡിൽ ലെവലിൽ എങ്ങോട്ട് ഫോളോ ചെയ്തോളും, എങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തോളും, ടോപ്പ് ലെവലിന്. അപ്പം നമുക്ക് വേണമെങ്കിൽ മിഡിൽ ലെവലിൽ പറയാം, റിപ്പോർട്ടിംഗ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മിഡിൽ മാനേജ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ഇതാണ് വരുന്നത്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് നോക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. കാരണം ഈ ഓരോ ഫങ്ഷൻസും ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ചാപ്റ്ററായിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അപ്പോൾ പല മാനേജ്മെൻറ്റ് എക്സ്പേർട്സും പലതരം ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നു പ്ലാനിങ്, ഓർഗനൈസിങ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
ചിലർ അപ്പോൾ അങ്ങനെ ഒരു ഇത് കറക്റ്റ് എടുക്കാൻ ചിലർ പറയുന്നു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് മാത്രം എടുത്താൽ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ നമ്മൾ ജനറലി കൺക്ലൂഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ദ ആക്ടിവിറ്റീസ് വിച്ച് മാനേജർ പെർഫോംസ് ആർ കോൾഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് or the various activities a manager indulge is as actually what we call the functions of management. Regardless of the size, nature and type of organization, all managers perform certain basic functions. അപ്പോൾ ഓർഗനൈസേഷൻ്റെ സൈസ് എന്തോ ആകട്ടെ, നേച്ചർ എന്തോ ആകട്ടെ, ടൈപ്പ് എന്തോ ആകട്ടെ, എല്ലാ മാനേജേഴ്സും ചില ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ദേ ആർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. 5 ഫംഗ്ഷനാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതിൽ പ്ലാനിങ് എന്താണ് നമുക്ക് നോക്കാം. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി അക്കംപ്ലിഷ്ഡ് ഇൻ ഫ്യൂച്ചർ ഈസ് കോൾഡ് പ്ലാനിങ്. അതായത് ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, ഹൂ ഈസ് ടു ഡു ഇറ്റ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓഫ് ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻ. മറ്റുള്ള എല്ലാ മാനേജീരിയൽ ഫങ്ഷൻ്റെയും ബേസിക് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്. പ്രൈമറി ഫങ്ഷനാണ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ദ സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് പ്ലാനിങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാം. രണ്ടാമത്തത് ഓർഗനൈസിങ്. ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ദ പ്ലാൻസ്, നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു ഓർഗനൈസ് ദ ആക്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു എക്സിക്യൂട്ട് ദ പ്ലാൻ. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാകണം. അതായത് ഡിസൈഡിങ് എ ഫ്രെയിം വർക്ക് ഓഫ് വർക്കിംഗ്, ഹൗ മെനി യൂണിറ്റ്സ് ഷുഡ് ബി ദെയർ, ഹൗ മെനി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ദെയർ, എത്ര പോസ്റ്റ് വേണം, ഏതൊക്കെ ഡെസിഗ്നേഷനിൽ ആൾ വേണം, അതുപോലെ റിസോഴ്സസ് ഒക്കെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് ഓർഗനൈസിംഗിൽ വരുന്നത്. അപ്പോൾ ഓർഗനൈസിങ് ഈസ് ദ ടു ഓർഗനൈസ് എ ബിസിനസ് മീൻസ് പ്രൊവൈഡ് എവറിത്തിങ് ഫോർ ഇറ്റ്സ് വർക്കിംഗ്. ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഓർഗനൈസേഷന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യുക എന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ദ പ്ലാൻ, next function of management is to organize the activities and establishing an organizational structure to execute the plan. അതാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. അപ്പോൾ സെറ്റിംഗ് അപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മീൻസ് ഡിസൈഡിങ് ദ ഫ്രെയിംവർക്ക് ഓഫ് വർക്കിംഗ്, ഹൗ മെനി യൂണിറ്റ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നീഡഡ്, how many posts or designations are needed in each department, how to distribute the authority and responsibility among all different people. അപ്പോൾ ഓർഗനൈസേഷന് എന്താ പറയുക, പ്ലാൻ നടത്തിയ കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാകുന്നതാണ് ഓർഗനൈസിങ് എന്ന് നമ്മൾ സിംപ്ലി അർത്ഥമാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട്. സ്റ്റാഫിംഗ്, പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, സെലക്ടിംഗ്, placing, training, developing right man for the right job. Recruitment, selection, placement, training, development and maintaining right man for the right job is called staffing. അപ്പോൾ ശരിയായ ജോലി ചെയ്യുന്നതിന് ശരിയായ ആൾക്കാർ വേണം. In order to accomplish a thing, റൈറ്റ് പേഴ്സൺ ഈസ് നീഡഡ് ഇൻ റൈറ്റ് ടൈം. അല്ലേ, ശരിയായ ജോലി ചെയ്യുന്നതിന് ശരിയായ ആൾ ശരിയായ സമയത്ത് വേണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണ് ഒരു ജോലി ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ള ആൾ, അയാളെ കണ്ടുപിടിക്കുക. അതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അയാളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, പ്ലേസിന് ജോലി കൊടുക്കുക. എന്നിട്ട് അവൻ്റെ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അതിന് ട്രെയിനിങ് കൊടുക്കണം. മാത്രമല്ല അവനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല, അതിന് ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്കോമഡേറ്റ് ചെയ്യും വേണം. അതാണ് മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ. മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല സാലറി കൊടുക്കണം, അല്ലേ, അവന് റെക്കഗ്നിഷൻ കൊടുക്കണം. ആ പ്രക്രിയയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് തന്നെ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ്. അപ്പോൾ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ സെലക്ട് ചെയ്ത് അവർക്ക് ജോലി കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ അതാണ് ഡിറക്റ്റിംഗ്.
Instructing, guiding, motivating, leading people towards the accomplishment of organization is what we called directing. Well, it is a process of instructing, guiding, motivating and leading people in the organization to achieve its objective. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവിടുത്തെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ലീഡ് ചെയ്ത് അവരുടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് ഡയറക്റ്റിംഗ്. നമുക്ക് ഡയറക്റ്റിംഗും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെയുള്ളതാണ് കൺട്രോളിങ്. ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്, measuring the current performance, comparing the current performance with the standard performance and finding out deviation and taking corrective action. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്ത് ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുക. അപ്പോൾ സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഹോട്ടലാണ് വട ഉണ്ടാക്കാൻ പോകാൻ, ഉഴുന്ന് വട, ഇപ്പോൾ 40 ഗ്രാം, അതിന് ഇന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 40 ഗ്രാം ഉണ്ടായിരിക്കണം, നമ്മളൊരു ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ വയ്ക്കുക, ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്തു? ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു, ആക്ച്വൽ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്തു, ഡീവിയേഷൻസ് ഉണ്ടാകുന്ന നോക്കി. പോസിറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ അത് ഇനി ഉണ്ടാവാതെ നോക്കണം. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാവാതിരിക്കാൻ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ഇതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ദീസ് ആർ ദ മെയിൻ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. ലാസ്റ്റ് സെക്ഷനായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളതാണ് കോർഡിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, whenever group activity is there should be a deliberate effort should be taken. There should be a deliberate effort to coordinate the various activities. അത് തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേഷൻ ഈസ് ദി ഓർഡർലി സിങ്ക്രോണൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഇൻ്റഗ്രേഷൻ. സിങ്ക്രോണൈസേഷൻ മീൻസ് ഇൻ്റഗ്രേഷൻ, ഏകോപിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹ്യൂമൻ ബോഡി ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, അതുപോലെയാണ് ഓർഗനൈസേഷൻ, ഡിഫറെൻറ്റ് ഡിവിഷൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഹ്യൂമൻ ബോഡിയുടെ പാർട്സ് ഓരോന്നും ഓരോ ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്നാണ് നമ്മുടെ ബ്രെയിൻ. ലൈക്ക് വൈസ് ഓർഗനൈസേഷനിൽ ഡെലിബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന, മറ്റുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഡിവിഷൻസിൻ്റെയും കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സെൻട്രൽ ഓർഗനാണ് മാനേജ്മെൻറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഈസ് ദി ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് എഫേർട്സ് ടു പ്രൊവൈഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ പർസ്യൂട്ട് ഓഫ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ നേടുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് എഫേർട്സിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഇൻവോൾവ്സ് യൂണിഫൈങ്, ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ഹാർമണൈസിങ് the activities of different departments and individuals for achievement of common objective. Coordination involves unifying, integrating and harmonizing the activities of different departments and individuals for the achievement of common objective. അപ്പോൾ ഒരു കോമൺ ഒബ്ജക്റ്റീവ്, ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി പല ആൾക്കാരുടെയും പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ യൂണിഫൈ ചെയ്ത് എന്താ പറയുക, ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഇപ്പോൾ some management experts says that coordination is a function of management and function of manager. മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി കോർഡിനേഷൻ ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ബിക്കോസ് ഓൾ അതർ മാനേജീരിയൽ ഫംഗ്ഷൻസ് ആർ ഡൺ ഫോർ എൻഷുറിങ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ് നേടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫംഗ്ഷൻ അല്ല, കോർഡിനേഷൻ ഇസ് റിഗാർഡഡ് ആസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ കാതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റ് എസൻസ് ആണ് കോർഡിനേഷൻ. കാരണം മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? കോർഡിനേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്, കേട്ടോ. അതുകൊണ്ട് കോർഡിനേഷൻ എന്തല്ല, മാനേജ്മെൻറ്റിൻ്റെ സെപ്പറേറ്റ് ഫംഗ്ഷൻ അല്ല. മാനേജ്മെൻറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി എസൻസ് ഓഫ് coordination is regarded as the essence of management. But coordination is not a separate function of management. Coordination is the essence of management. See, what are the nature of, or what are the characteristics of coordination? See, coordination includes integration. Actually, integration ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യൂണിഫിക്കേഷൻ ഓഫ് ഓൾ അൺറിലേറ്റഡ് ആക്ടിവിറ്റി ഈസ് കോർഡിനേഷൻ. Then it ensures unity of action. Coordination maintain
unity of action among different departments or different individuals. Again, it is a continuous process, never ending process ആണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. എവിടെയാണോ ലാക്ക് വരുന്നത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഡെലിബറേറ്റ് എഫേർട്സ് എടുക്കേണ്ടി വരും ഇതിന് കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് എ പെർവേസീവ് ഫംഗ്ഷൻ. എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ലെവലിലും ആവശ്യമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. എവറി ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആവശ്യമായിട്ടുള്ള ഫംഗ്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് കോർഡിനേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. നമ്മൾ മനഃപൂർവ്വം എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവരുടെ സൈക്കോളജി ഡിഫറെൻ്റ് ആയിരിക്കും, പല കൾച്ചറിൽ നിന്ന് വരുന്നവരായിരിക്കും, പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇവർ ഒരു സ്ഥലത്ത് കോമൺ ആയിട്ട് മീറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദർ മേ ബി ഓൾവേസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് വേണം, അവിടെ ഡെലിബറേറ്റ് ആക്ഷൻ വേണം. ഇവന്മാരെ എല്ലാത്തിനെയും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആൾക്കാരെയും ഡിഫറെൻറ്റ് ഡിവിഷൻസിനെയൊക്കെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഡെലിബറേറ്റ് ആക്ഷൻ വേണം. സോ കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ആക്ഷൻ. അഗെയിൻ, what are the importance? Why coordination is important? Coordination is important because growth in size of the organization. Because of growth in size of the organization. Organization, see, if an organization earns continuously profit, it will survive in the business and it will grow. When the size become large, the organization becomes complex. It is very difficult to manage complex organizations. So there should be a deliberate effort from the management to coordinate various activities. Otherwise, objectives cannot be achieved. So as an organization grow in size, the number of people employed will also be increased. All individuals differ in their habits, approaches, or psychology. So that it becomes necessary to coordinate the efforts to the common goal. Then next reason is functional differentiation. You know, the functions of an organization is divided into different departments. Example, നമ്മൾ വലിയ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ദയർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദയർ, HR ഡിപ്പാർട്ട്മെന്റ് ഈസ് ദയർ. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് കാണും. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ചിലപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിന് ബേസ് ചെയ്തിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ദ സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ദേ വാണ്ട് ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം by offering 10% discount. It may not be agreeable to the finance department കാരണം അവർക്ക് ലോസ് ഓഫ് റവന്യൂ വരും. അപ്പോൾ സെയിൽസുകാർക്ക് സെയിൽസ് കൂട്ടണം. ടോപ്പ് മാനേജ്മെൻറ്റ് പറഞ്ഞ്, സെയിൽസ് മാനേജറിൻ്റെ പറഞ്ഞ് നിങ്ങൾ ടാർഗറ്റ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 50% കൂടെ, കഴിഞ്ഞ പ്രാവശ്യം 100 ആണെങ്കിൽ ഇപ്പോൾ 150 ടാർഗറ്റ്. അപ്പോൾ അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൈസ് ശാലം റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10% ഡിസ്കൗണ്ട് എടുക്കാൻ തീരുമാനിച്ചു. ഇത് മറ്റവന്മാർ സമ്മതിക്കത്തില്ല, ആര്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കില്ല, കാരണം അവർക്ക് ലോസ് ഓഫ് റവന്യൂ വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാന്നുള്ളേ ഉള്ളൂ, പരിഹരിക്കാന്നുള്ളത്. അപ്പോൾ കോഓപ്പറേഷനോ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദീസ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നെസസറി. സോ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ഉള്ളതുകൊണ്ട് കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സ്പെഷ്യലൈസേഷൻ. Nowadays, you know that most of the organization appoint specialized in different job. എല്ലാ ഓർഗനൈസേഷനും ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബറും സ്പെഷ്യലൈസേഷനുമാണ് നടക്കുന്നത്. അപ്പോൾ സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ദീസ് സ്പെഷ്യലിസ്റ്റ് മേ തിങ്ക് ദാറ്റ് ദേ ആർ ക്വാളിഫൈഡ് ടു ഇവാലുവേറ്റ്, ജഡ്ജ് ആൻഡ് ഡിസൈഡ് ഇൻ ദർ പ്രൊഫഷണൽ ഏരിയ. They do not take advice from others. This often lead to conflicts among different specialists. Here also, coordination plays an important role to bring harmony among these personnel for the benefit of the organization. അപ്പോൾ നിങ്ങൾക്കറിയാം മോഡേൺ ബിസിനസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സ്പെഷ്യലിസ്റ്റുകളെ വെച്ചാണ് പുതിയ ഇപ്പോഴത്തെ എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് അവന്മാർ വിചാരിക്കുന്നത് ഞങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മൾ ആരെയും ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ ആരും അഡ്വൈസ് കേൾക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് കോർഡിനേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് മാനേജ്മെൻറ്റ് ഇൻ 21st സെഞ്ച്വറി. 21st സെഞ്ച്വറിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ 18-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലോ കണ്ട മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല ഇപ്പോഴും കാണുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലാസ്റ്റ് ഒരു 30 years എടുത്തു കഴിഞ്ഞാൽ 1990s മുതൽ 90 വരെ വലിയ വിഷയമില്ല, 90s ശേഷം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷനാണ് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഗ്ലോബൽ വില്ലേജാണ്. പണ്ടങ്ങനെയല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യയുടെ ബിസിനസ് ഇന്ത്യക്കകത്ത് മാത്രം നിലനിന്നിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് എന്താ പറയുക,
മോഡേൺ ഓർഗനൈസേഷൻ എല്ലാം ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ദേ ഷുഡ് ബി മാനേജ്ഡ് വിത്ത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, അല്ലാതെ നമ്മുടെ ലോക്കൽ പെർസ്പെക്റ്റീവ്സ് വെച്ച് മാനേജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ സോ ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് പോസിറ്റീവ് ചേഞ്ച് in government policies towards international business, it is possible to think of the world as a global village, and scope of international and intercultural relationship are rapidly changing. Therefore, the modern organization is a global organization and has to be managed in a global perspective. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥാപനം മാനേജ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് മാനേജ് ചെയ്യാൻ പോകുക, അല്ല ലോക്കൽ പെർസ്പെക്റ്റീവിലല്ല പോകേണ്ടത്. കാരണം ഇന്ന് മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ്റെ പാർട്ടാണ്. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്.